ഈ ഒറ്റയ്ക്കാണോ ഡിവോഴ്സ് ആയല്ലേ? ഇങ്ങനെ പുറത്ത് വരുന്ന ആൾക്കാരെ നമ്മുടെ കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഷെയർ ദ പാസ്വേഡ് വിത്ത് മീ. അപ്പം അതൊരു പതുക്കെ പതുക്കെ അവരുടെ ലൈഫിലേക്ക് ഒരു കൺട്രോളാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് സ്നേഹം കൊണ്ട് എന്നോട് ചെയ്യണതാണോ, അല്ലെങ്കിൽ എൻ്റെ മേലൊരു കൺട്രോൾ വരുത്തണതാണോ, അല്ലെങ്കിൽ ഈ പാർട്ട്ണർ എനിക്ക് ഈക്വൽ റൈറ്റ്സ് തരുന്നുണ്ടോ? ഈ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ചെയ്തതിന് ശേഷവും എന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 911 വിളിക്കണം. നമ്മളെ ഓൺ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് പേടിയുണ്ട് കോർട്ടിൽ പോകാൻ, അല്ലെങ്കിൽ ഇത് ഒരു വലിയ സ്റ്റെപ്പാണ് ആസ് എ ഇമിഗ്രന്റ് in Canada because they're scared to show their identity or reveal their identity in front of a public body. ഇപ്പോൾ വൈഫിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വരുത്തി വെച്ച ഫിനാൻഷ്യൽ ബേർഡൻ എല്ലാം പുള്ളിക്കാരി തനിയെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കാരണം ഭർത്താവ് നാട് വിട്ടു. ഏറ്റവും സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്താണ്. ഏറ്റവും വിശ്വസ്തനായ വ്യക്തി നമ്മുടെ ജീവിത പങ്കാളി. എന്നാൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഈ വ്യക്തിയിൽ നിന്നും പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് അത് നമ്മളെ നയിക്കും. ടുഡേ വി വിൽ ബി ഡിസ്കസിംഗ് ഡൊമസ്റ്റിക് വയലൻസ് ഓർ ആസ് ഇറ്റ് ഇസ് നൗ കോൾഡ് ആസ് ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്. നമ്മളോടൊപ്പം ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ ചേരുന്നത് ബൃന്ദ നെൽസൺ, പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ഫോർ ദ പാസ്റ്റ് 16 years, ഗവൺമെന്റ് ഓഫ് കേരള വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ സ്കാബറോ സെന്റിനറി ഹോസ്പിറ്റൽ കാനഡയിലും ആക്റ്റീവായി പ്രവർത്തിച്ചു വരുന്നു. അഞ്ജു ജോയ് കൊച്ചിക്കാരിയാണ്, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ബൈ പ്രൊഫഷൻ, എക്സ്പീരിയൻസ്ഡ് ഇൻ അഡൽട്ട് ആൻഡ് ചൈൽഡ് മെന്റൽ ഹെൽത്ത് ആൻഡ് അഡിക്ഷൻ. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സെൻട്രൽ നോർത്ത് കറക്ഷണൽ സെന്റർ ഇൻ പെന്റാഗുഷി. ലീഗൽ ആസ്പെക്ട്സിനെ കുറിച്ച് സംസാരിക്കാൻ അർജുൻ മേനൻ ജോയിൻസ് us, prosecutor with the Ministry of Attorney General, working in the city of Owen South. Thank you for joining us today. Thank you. ആദ്യം നമുക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ടെങ്കിലാണല്ലോ എല്ലാവർക്കും കൃത്യമായി ഇത് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിദ്യ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്ന ഒരിടത്തിൽ, നമ്മൾ ഏറ്റവും സേഫാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉപദ്രവിക്കുന്ന എല്ലാ തരം പെരുമാറ്റങ്ങളും ഈ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് എന്ന് പറയുന്ന വൈഡായിട്ടുള്ള ടേമിൻ്റെ അണ്ടറിൽ വരും. നമ്മൾ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് എന്ന് ഇപ്പോൾ എടുത്ത് പറയാനുള്ളൊരു പ്രധാന കാരണം ആ ഡെഫിനിഷൻ ചേഞ്ച്, ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ പങ്കാളിയെ കണ്ടെത്തുന്ന രീതി, പങ്കാളിയോടൊപ്പം താമസിക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഭർത്താവാകാം, മുൻ ഭർത്താവാകാം, കോമൺ ലോ പാർട്ട്ണർ ആവാം, അതായത് ഞാനൊരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലുള്ള ആളാവാം, ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ ആൻഡ് ജനറേഷൻ വെച്ചിട്ട് അതെൻ്റെ ഡേറ്റിംഗ് പാർട്ട്ണറും ആവാം. അപ്പോൾ ഒരു ഡേറ്റിംഗ് ചെയ്യുന്ന പ്രായം മുതൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് അവർ ലൈഫ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്. അതാണ് ഈ ടേമിൻ്റെ ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഡെഫിനിഷൻ. നമ്മളതിൻ്റെ കുറച്ചുകൂടി ഒരു ഇന്നർ ഇതിലേക്ക് പോകുമ്പം ഈ വയലൻസ് ഇത്രയും വൈഡാവാനുള്ള കാരണം തന്നെ ഞാനൊരു അബ്യൂസ് നേരിടുന്നുണ്ടെന്ന് ആ ആൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അത് എന്തൊക്കെ തരത്തിലാകാം എന്ന് നമ്മൾ അറിയണം. ഇപ്പം ഞാനതിനൊരു എക്സാമ്പിൾ പറയും. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരി പറഞ്ഞതാണ്, എൻ്റെ 12 വയസ്സുള്ള മകള് 6 വർഷം എനിക്ക് പറഞ്ഞു തരേണ്ടി വന്നു, അമ്മ നിങ്ങൾ അബ്യൂസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിക്ക് മനസ്സിലാവുന്നു. കുട്ടി ഈസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കാനഡ ആൻഡ് ഷീ ഈസ് ലിസണിങ്. അവൾ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്താണ് അബ്യൂസ്, എന്താണ് അബ്യൂസ് ഇൻ റിലേഷൻഷിപ്പ്. അപ്പോൾ അതിന് പലതരം പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു ടൈപ്പാണ് സൈക്കോളജിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി എന്നെ എപ്പോഴും മോശമായിട്ട് താഴ്ത്തിക്കെട്ടി സംസാരിക്കുക, എൻ്റെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, എനിക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ എനിക്ക് പേടിയാണ്, ഞാൻ എങ്ങനെ എൻ്റെ പങ്കാളിയോട് ചോദിക്കും, പോയാൽ എന്താണ് അടുത്ത കോൺസിക്വൻസസ്. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ അബ്യൂസാണ്. പിന്നെ അതിൽ പ്രധാനമായിട്ട് വരുന്ന ചീത്ത വിളിക്കുക, കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാം. ഇപ്പൊ നമ്മള് നകുലൻ ഇന്ന് ഗംഗ പോണ്ട ആഭരണം വാങ്ങാനെന്ന് മണിച്ചിർത്താഴികൾ പറയുന്നുണ്ടല്ലോ. അതായത് തമാശക്ക് നമ്മളത് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ഇന്ന് പോണ്ട എന്ന് മറ്റൊരു നമ്മുടെ ഇന്റിമേറ്റ് പാർട്ട്ണറോട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ആ ഒരു അധികാരം നമ്മൾ സ്ഥാപിച്ചെടുക്കുമ്പോൾ ഇറ്റ് വിൽ ഫാൾ അണ്ടർ ദിസ് ബ്രാക്കറ്റ്. പക്ഷെ അത് ഒരു റീസണബിൾ ആയിട്ടോ ലോജിക്കലായിട്ടോ ഒരു സേഫ്റ്റിയും കൺസേൺ വെച്ചിട്ടോ ഒരിടത്ത് പോകണ്ട എന്ന് പറയുന്നതും ദാറ്റ് പാറ്റേൺ കണ്ടിന്യൂസ് ഫോർ ഇയേഴ്സ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പം ഒരു 6 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ഒരു 15 വർഷം ഞാൻ എൻ്റെ പാർട്ട്ണറുടെ കൂടെ ജീവിക്കുന്നു. ഇറ്റ് കുഡ് ബി 1 month ഓൾസോ.
പക്ഷേ ഈ 1 മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 10 വർഷത്തിനിടയ്ക്ക് ഇത് തന്നെയാണ് പിന്തുടരുന്ന പാറ്റേൺ എങ്കിൽ അത് അബ്യൂസാണ്, അതൊരു അബ്യൂസീവ് റിലേഷൻഷിപ്പാണ്, അതൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പാണ്. അപ്പോൾ അത് ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു സൈക്കോളജിക്കൽ അബ്യൂസിനെ പറ്റിയാണ്. ഇനി അതിൽ തന്നെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ കാര്യങ്ങളിൽ നിയന്ത്രണം വെക്കുന്നുണ്ടാവാം. അതൊരു വയലൻസിലേക്ക് മാറുമ്പോഴാണ് അതൊരു ഫിസിക്കൽ അബ്യൂസ് ആവുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്നു, ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. പിന്നെ അതിൽ തന്നെ സെക്ഷൽ അബ്യൂസ് ഉണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തപ്പോൾ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ എന്നെ നിർബന്ധിക്കുന്നു, ഫോഴ്സ് ചെയ്യുന്നു സെക്ഷൽ റിലേഷൻഷിപ്പിന്. ദാറ്റ് ഈസ് ആൻ എക്സ്ട്രീം ടൈപ്പ് ഓഫ് ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്. പിന്നെ ഇതിലെടുത്ത് പറയാനായിട്ടുള്ളത്, നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ കമ്പോണൻസ് എടുത്ത് നോക്കിയാൽ എനിക്കറിയാം അവിടെ ഹ്യൂമിലിയേഷൻ ഉണ്ടോ, ഞാൻ പേടിയുണ്ടോ, എനിക്ക് അവിടെ റേപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ സെക്ഷൽ വയലൻസ് ഉണ്ടോ, ദെൻ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്. അപ്പം ഒരു ഭയം നമുക്ക് നമ്മുടെ പാർട്ട്ണറിൽ നിന്നും തോന്നുകയാണെങ്കിൽ അതാണോ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സൈൻ? ഇപ്പം എനിക്ക് തുറന്ന് ഒരു കാര്യം സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ സംസാരിക്കുമ്പോൾ ചിന്തിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു സൈൻ. അതെ, അതൊരു സൈനാണ്, അതൊരു തിരിച്ചറിയാനുള്ളൊരു വാർണിംഗ് സൈനാണ് സത്യം പറഞ്ഞാൽ. കാരണം അത് ഒരു ദിവസമല്ല, ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഭയപ്പെടുന്നുണ്ട്, ഞാനത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പലതരം എസ്കേപ്പിസം കാണിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെങ്കിൽ അതൊരു അബ്യൂസാണെന്ന് തിരിച്ചറിയാനുള്ളൊരു വാർണിംഗ് സൈൻ തന്നെയാണ്. ഇതിൽ ചെറിയൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, കൾച്ചറൽ ഒരു ഫാക്ടർ ഇവിടെ വരുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഈ ഇമിഗ്രൻ്റ് ഫാമിലീസിൽ നമ്മളിത് കാണുമ്പോൾ പലയിടത്തും റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഭയങ്കരമായിട്ട് വരും. അതായത് ഓക്കെ, ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഒരു മെയിൽ ഫിഗറിനെ റെസ്പെക്റ്റ് ചെയ്യുക, അവർ ലൈക്ക് ഹെഡ് ഓഫ് ദ ഫാമിലി ഇസ് മാൻ, അങ്ങനെ ചെറുപ്പത്തിലേ പറഞ്ഞ് വളർത്തിയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ കാണിക്കുന്ന ഒരു ഭയവും ബഹുമാനവും അതും ഡൊമസ്റ്റിക് വയലൻസിലുള്ളൊരു ഭയവും വ്യത്യാസമുണ്ട്. കാരണം if it is coming from within your cultural background and if it's been taught to you, അത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഓക്കെ അച്ഛനെ അമ്മ ബഹുമാനിക്കുന്നു, ഒരു ചെറിയൊരു ഭയം ഉള്ളിലുണ്ട് എന്ന് വെച്ചിട്ട് അത് ഡൊമസ്റ്റിക് വയലൻസ് ആകുന്നില്ല. പക്ഷേ ഒരു ഭർത്താവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൻ്റെ കൂടെയോ ജീവിച്ചിട്ട് അയാൾ കൺട്രോള് അവിടെ ഒരു ഫാക്ടറാണ്. അതായത് എല്ലാ കാര്യത്തിലും ഇയാളുടെ ഒരു നിയന്ത്രണം എൻ്റെ മേലെയുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ലെവലിലേക്ക് വരുമ്പോഴാണ് ഇതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അല്ലാതെ ഒരു ജനറൽ റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് അതൊരു ഡൊമസ്റ്റിക് വയലൻസ് ആകുന്നില്ല. കാരണം അതൊരു കൺഫ്യൂഷൻ എല്ലാവരുടെ ഇടയിൽ വരാൻ സാധ്യതയുണ്ടല്ലോ. എന്താണ് കൺട്രോൾ വേഴ്സസ് എന്താണ് ഒരു മ്യൂച്വൽ സ്പേസ്, ഒരു ധാരണ കൃത്യമായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് മിസ്അണ്ടർസ്റ്റുഡ് ആയ ഒരു കോൺസെപ്റ്റ്. വെരി മച്ച് അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് വളരെ കറക്റ്റാണ്. അപ്പം ഈ പറഞ്ഞ പോലെ കൾച്ചറലി റെസ്പെക്റ്റ് ഉള്ള ഒരു ഫാമിലിയിലും ആ റെസ്പെക്റ്റും ഭയവും പാർട്ട്ണർക്ക് കൊടുക്കുന്ന ആൾക്കും സെൽഫ് റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവണം സെയിം ടൈം. എൻ്റെ കാര്യങ്ങൾക്ക് എനിക്ക് റെസ്പെക്റ്റ് തന്നുകൊണ്ടാണ് എൻ്റെ പാർട്ട്ണറിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അബ്യൂസ് എന്നുള്ള ഒരു പദത്തിന് ഒരു സ്കോപ്പില്ല അവിടെ. കാരണം അവർ ഭയപ്പെടുന്നുണ്ടാവും, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും, സെയിം ടൈം അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ, ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിക്കാൻ. അവിടെ ഒരു പെർമിഷൻ, കൺട്രോൾ, അതോറിറ്റി വരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി ആയി. നമ്മൾ ഈ വിഷയം കാനഡയിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കുറേ അവയർനെസ് ഇവിടെ ആൾക്കാർക്കുണ്ട്. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ധരിച്ചു വെച്ചിരിക്കുന്നത് കുറേയും കൂടിയും ഒരു പുരോഗമനവാദം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യാൻ റെലവൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ് ഇതിന് ഏറ്റവും അധികം റെലവൻസ് ഉള്ളത്. മലയാളി ഏറ്റവും സാക്ഷരരായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ നമ്മുടെ ഒരു കൾച്ചറൽ, നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കുറച്ചുകൂടി ഒരു നാടനായിട്ടുള്ളൊരു ഭാഷയിൽ പറഞ്ഞാൽ, സ്ത്രീ സർവം സഹയാണ്, സ്ത്രീ കുടുംബത്തിൻ്റെ വിളക്കാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളങ്ങ് സഹിച്ചോളണം, കെട്ടിയോനല്ലേ ഒരു അടിയൊക്കെ തന്ന് അങ്ങ് സഹിച്ചേക്കുക. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, കാനഡയിൽ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെ, അപ്പം ഈ അടിച്ചതിനെ പറ്റി ഒരാളോട് പോയി പറഞ്ഞാൽ അവരത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ട് പറയാത്ത ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ടൊറൻറ്റോ, ഒണ്ടാരിയോ, സ്പെസിഫിക്കലി സ്കാബ്രോ. ഓക്കെ, അപ്പം അത് ഇവിടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വളർന്നു വന്ന് നമ്മുടെ ഉള്ളിലുള്ള കുറേ വാല്യൂസും കുറേ കാര്യങ്ങളുമാണ്. അപ്പം നമ്മുടെ സ്ത്രീകൾ എടുക്കുന്നത് എപ്പോഴും വളരെ പാസീവായിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസാണ്.
എന്ന് വെച്ചാൽ ഒന്നിലെ നമ്മൾ പ്രാർത്ഥിക്കുക, ഞാൻ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു, ദൈവത്തിന് അറിയാൻ ഞാൻ സഹിക്കുന്നുണ്ടെന്ന്, ദൈവം കാണുന്നുണ്ട്. അതൊരു കോമൺ പാറ്റേൺ ആണ്. കുറച്ചുകൂടി ഒരു ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് അവരുടെ ഒരു പാസീവ് സ്ട്രാറ്റജിയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് നോർമലൈസിങ് അബ്യൂസ്. അതായത് ഇതൊരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ എല്ലായിടത്തും ഇല്ലേ, അടിയും വഴക്കവും ഒക്കെ എല്ലായിടത്തും ഇല്ലേ, ഇത് ഇത്ര വലിയ കാര്യമാണോ, ഇതൊരു പുറത്ത് വന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണോ, ഇത് 911 വിളിക്കേണ്ട കാര്യമാണോ, അല്ല പറഞ്ഞു തീർക്കാറുന്നില്ലേ, അങ്ങനെ ചോദിക്കും. നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളും മേ ബി നമ്മുടെ അച്ഛനും അമ്മയും വരെ നമ്മളോട് ചോദിക്കും, നീ എന്തിനാ ഇപ്പം 911 വിളിച്ചത്, നിനക്കതൊന്ന് പറഞ്ഞു തീർത്താൽ പോരെ, എല്ലാവരും വിളിച്ചു. അപ്പോൾ അത് നോർമലൈസിങ് ദ അബ്യൂസാണ്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഉള്ളത്, നമ്മൾ അബ്യൂസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും. ഓക്കെ, കെട്ടിയോൻ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ, എൻ്റെ പാർട്ട്ണർ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. സോ ഐ എം അവോയ്ഡിങ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനത്തെ പാസീവ് സ്ട്രാറ്റജീസാണ് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ മലയാളി ഫ്രണ്ട്സ് അല്ലെങ്കിൽ മിക്കവാറും ഫാമിലീസിൽ ആ ഇന്നർ സർക്കിളിൽ അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇനി ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? ഇപ്പം അവരൊരു ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യുന്നു, പിന്നെ അവർ ഈ അബ്യൂസ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്നു, ലൈക്ക് എ ഡിവോഴ്സ് ഓർ സെപ്പറേഷൻ. ദേ ആർ ബോൾഡ് ഇനഫ് ടു കം ഔട്ട് ആൻഡ് ദേ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്, സം ഓഫ് ദം. അതാണ് ആക്റ്റീവായിട്ടുള്ളൊരു കോപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ പുറത്ത് വരുന്ന ആൾക്കാരെ നമ്മുടെ കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ലൈക്ക്, അയ്യോ ഒറ്റയ്ക്കാണോ, ഓ ഡിവോഴ്സ് ആയല്ലേ. സോ ദാറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പുറത്ത് വരുന്ന ആൾക്കാർക്ക് പേടിയാണ്, അവർ എംബാരസ്ഡ് ആണ് പുറത്ത് വന്നു കഴിഞ്ഞാലുള്ള ചോദ്യങ്ങൾ. പക്ഷേ നമ്മൾ ഈ ചർച്ചയിൽ സംസാരിച്ചു വരുമ്പോൾ ബൈ ഡിഫോൾട്ട് കെട്ട്യോനിൽ നിന്നും നമ്മളിങ്ങനെ ബിഹേവ് ചെയ്ത് പാർട്ട്ണർ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞു. സോ ബൈ ഡിഫോൾട്ട് നമ്മൾ പെർപെട്രേറ്റർ ആയിട്ട് ഒരു മെയിൽ ക്യാരക്ടറിനെ അവിടെ വെക്കുകയാണ്. ഇസ് ദെയർ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് ടു സേ that women are more victims than men? Yeah, women is more like overrepresented on the victim side. Right. It is actually. പക്ഷെ മെയിലിൻ്റെ സൈഡിൽ നിന്ന് കേസസ് റിപ്പോർട്ടഡായി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ബിക്കോസ് ഓഫ് ദ സ്റ്റിഗ്മ. കാരണം ഒരു മെയിൽ വന്നിട്ട് ഞാനൊരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ പാർട്ട്ണർ വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്ന പ്രൊഫഷണൽ സപ്പോർട്ട് സെയിം ഫോർ എവ്രി വൺ. പക്ഷേ അത് പറയാനുള്ള അവരുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവിടെ അവർക്കതൊരു ബ്ലോക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണിക്കുന്ന കണക്കുകളിൽ എപ്പോഴും സ്ത്രീകളും കുട്ടികളും മുകളിലായിട്ട് നിൽക്കുന്നത്. പക്ഷെ ദേർ ആർ മെൻ വീട്ടിലും അവരുടെ ഇൻറ്റിമേറ്റ് സർക്കിളിൽ ഇമോഷണൽ അബ്യൂസ് ഫേസ് ചെയ്യുന്ന ഒത്തിരി ആണുങ്ങളുണ്ട്. സ്ത്രീകളും കുട്ടികളും എന്ന് പറഞ്ഞോളൂ, കുട്ടികൾ വരുമ്പോൾ അത് ചൈൽഡ് അബ്യൂസ് ആവുമോ അതോ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് ആവും? കുട്ടികൾ എന്ന് പറയുമ്പം 12+ ആവുമ്പം അവർ ആ ഒരു തിരിച്ചറിവ് വന്ന പ്രായത്തിൽ അവർക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്, they have partners. അപ്പോൾ അത് പാർട്ട്ണർ വയലൻസ് ആണ്. ഇപ്പം ലൈക്ക് ഡേറ്റിംഗ്, നമ്മൾ ഡേറ്റിംഗ് ആപ്പിൽ ആളെ പരിചയപ്പെടുന്നു, കൂടുതൽ കാര്യങ്ങളും വെർച്വൽ ആയിരിക്കും, പിക്ചേഴ്സ് അയച്ചു കൊടുക്കും കുട്ടികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യും. പക്ഷേ ദർ ഇസ് ലോട്ട് ഓഫ് അബ്യൂസ് ഗോയിങ് ഓൺ, അതായത് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവാം. ഇനി ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ, ഓക്കെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ്, നമ്മൾ രണ്ടുപേരും ഒരു മനസ്സല്ലേ, ഷെയർ ദ പാസ്വേഡ് വിത്ത് മീ. അപ്പം അതൊരു പതുക്കെ പതുക്കെ അവരുടെ ലൈഫിലേക്ക് ഒരു കൺട്രോളാണ് കൊണ്ടുവരുന്നത്. പിന്നെ അബ്യൂസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലൊരു എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്നൊരു കവർ അതിനെപ്പോഴും ഉണ്ട്. അപ്പോൾ ഭയങ്കര അബ്യൂസീവായിട്ടുള്ള ഒരു സംഭാഷണം കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞ് ഈ അബ്യൂസ് ചെയ്ത പാർട്ട്ണർ വന്നിട്ട് എന്നോട് പറയാണ് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ. സോ ദ പാർട്ട്ണർ അതർ പാർട്ട്ണർ ദ വിക്ടിം ഫീൽസ് കുഴപ്പമില്ല, സ്നേഹം ഉണ്ടല്ലോ. by default toxic relationship നമ്മൾ relationship ഒരു toxicity is there. അപ്പം വിദ്യ പറഞ്ഞ പോലെ റെലവൻസ് എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. 12 വയസ്സ് മുതൽ ഈ പാർട്ട്ണർ വയലൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അത് ആ ഹെൽത്തി റിലേഷൻഷിപ്പ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇത് പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഇത് ഹെൽത്തി ആണോ, ഇത് ഹെൽത്തി അല്ലേ, ഇതൊക്കെയാണ് സയൻസ്, വാർണിംഗ് സയൻസ്. അപ്പം അതാണ് അതിൻ്റെ ഇപ്പം നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ്റെ റെലവൻസ് അതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ദുരനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താണ്? അപ്പോൾ ഇതിൽ നിന്നും ഒരു രക്ഷ തേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഉള്ളതുകൊണ്ട് അതിനെ ഒരു ബിഫോർ ബിഫോർ യു ആർ ഗോയിങ് ത്രൂ ദ വയലൻസ്, ഡ്യൂറിങ് ദ ടൈം ദറ്റ് യു ആർ ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ വയലൻസ് ആൻഡ് ആഫ്റ്റർ, അങ്ങനെ ഒരു രീതിയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇങ്ങനെ ഒരു പാർട്ട്ണർ വയലൻസിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ
ഞാൻ ഇതിൽ കൂടെ കടന്നു പോകുന്നത് ഇതൊരു അബ്യൂസ് ആണോ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ആദ്യത്തെ ഒരു ഫാക്ടർ. അതായത് ഇപ്പോൾ നേരത്തെ ബൃന്ദ പറഞ്ഞ പോലെ ഓക്കെ, ഇത് സ്നേഹം കൊണ്ട് എന്നോട് ചെയ്യണതാണോ, അല്ലെങ്കിൽ എൻ്റെ മേലൊരു കൺട്രോൾ വരുത്തണതാണോ, അല്ലെങ്കിൽ ഈ പാർട്ട്ണർ എനിക്ക് ഈക്വൽ റൈറ്റ്സ് തരുന്നുണ്ടോ, ഈക്വൽ റെസ്പെക്റ്റ് തരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു തിരിച്ചറിവ്, അത് ഒരു വലിയൊരു ഫാക്ടർ അതിനകത്ത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാക്കുവാണ് ഓക്കെ ഇല്ല ഇത് സ്നേഹം മാത്രമല്ല, ഇത് കുറച്ചും കൂടെ കൺട്രോളാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതിൽ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെ അടുത്തോ നമ്മുടെ വർക്കിലുള്ള നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റണ വ്യക്തികളുടെ അടുത്തോ നമ്മളുടെ ഈ സിറ്റുവേഷനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യണത് നല്ലതായിരിക്കും. ഒത്തിരി പേരോട് വേണം എന്നില്ല, ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആരെങ്കിലും. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേഫ്റ്റി പ്ലാനിങ് ചെയ്യുമ്പോൾ അവരെ നമുക്കൊരു മെയിൻ ഫാക്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ പറയുവാണ് ഓക്കെ ഞാൻ വീട്ടിൽ പോകുവാണ്, ഇപ്പോൾ വീട്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസസ് ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ നാളെ ജോലിക്ക് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ, ഇത്ര സമയത്തിന് ശേഷം എൻ്റെ റെസ്പോൺസ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മെഷേഴ്സ് എടുക്കാൻ പറ്റും. അത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. അതായത് ഓക്കെ യു ക്യാൻ ഒന്നെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാം, എൻ്റെ വീട്ടിൽ വരാം, ചെക്ക് ഇൻ ചെയ്യാം, എന്നെ വിളിച്ച് നോക്കാം, ഞാൻ ഫോൺ എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഈ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ചെയ്തതിന് ശേഷവും എന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 911 വിളിക്കണം. റൈറ്റ്? അപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രിക്കോഷൻ എടുക്കുവാണ്, ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ എം സേഫ്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ബൃന്ദ പറഞ്ഞ പോലെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളിപ്പോൾ ഒരു പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ പാസ്വേഡ്സ് ഷെയർ ചെയ്യും, നമുക്ക് അക്കൗണ്ട്സ് ഷെയർ ചെയ്യും, നമ്മൾ ഇമെയിൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ് അതെല്ലാം നമുക്ക് കോമൺ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഒന്ന് ചിന്തിച്ച് തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഇതിപ്പോൾ പാർട്ട്ണർ വയലൻസിലേക്ക് പോകുവാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഓക്കെ ഞാൻ ഈ അക്കൗണ്ട് ഇപ്പോൾ ഒരുമിച്ചാണ്, ഇതിനകത്ത് കൺട്രോൾ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ എനിക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാങ്കിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻഫോം ചെയ്ത് വെക്കുക. നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ഇമെയിൽസ് നമ്മുടേത് ചെക്ക് ചെയ്യണുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പാർട്ട്ണർ കയറി അതിനുള്ളിൽ എന്തെങ്കിലും തരത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്നുണ്ടോ എൻ്റെ പേരിൽ, അല്ലെങ്കിൽ വേറെ തരത്തിൽ എന്നെ എങ്ങനെയെങ്കിലും താഴ്ത്തി കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അതായത് കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് എഫക്റ്റ് ചെയ്യണുണ്ടോ, അവരുടെ പഠിത്തത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ അതും പാർട്ട്ണർ വയലൻസിലേക്ക്, അതായത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണത്. അതായത് പാർട്ട്ണർ വയലൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കുട്ടികളെയും എഫക്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പം നമ്മൾ അവിടെ അതൊന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടികളിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ് ആകും അത്. റൈറ്റ്? പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ പൈസയുടെ കാര്യങ്ങൾ. അതായത് നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ ഈ ശമ്പളം ഒരാളാണോ ഡീൽ ചെയ്യണത്, ഈ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എല്ലാം ഒരാളാണോ കൺട്രോൾ ചെയ്യണത്, എനിക്ക് എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടോ എൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ, ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ, അപ്പോൾ അറിയുന്ന ആളുകളോട് സംസാരിക്കുക, ബാങ്കിൽ പോയി സംസാരിക്കുക, എനിക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നും അറിയാനായിട്ട് ആ ഒരു ടൈം അതെടുത്തിട്ട് അറിവുള്ള ആളുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇൻ കേസ് നമുക്ക് ആക്ഷൻ ഫേസിലേക്ക് പോകണമെങ്കിൽ, അതായത് എനിക്ക് തീരെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആ വീട് വിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടോ എന്ന് അറിയണമല്ലോ. കാരണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് റീസോഴ്സസ്, അതായത് എന്തൊക്കെ ഇപ്പോൾ ഷെൽട്ടേഴ്സ് അവൈലബിൾ ആണോ എൻ്റെ സറൗണ്ടിങ് കമ്മ്യൂണിറ്റിയിൽ, അതുപോലെ ഡോക്ടറിൻ്റെ അടുത്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ മിക്കവാറും സമയത്ത് ഇതുപോലെയുള്ള പാർട്ട്ണർ വയലൻസിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യും. കാരണം സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ രീതിയിലുള്ള എഫക്റ്റ് വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുക, അതായത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്,
ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യണോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇത് എന്നെ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് പാർട്ട്ണർ വയലൻസ് ആണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആകുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് അവർക്ക് കുറേ ഇൻഫർമേഷൻ തരാൻ പറ്റും. പിന്നെ അവർക്കും ഒരു മാൻഡേറ്റ് ഉള്ളത് ഇതുപോലെയുള്ളൊരു കാര്യങ്ങളുള്ളപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു മാൻഡേറ്റ് അവർക്കുണ്ട്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളോട് ചോദിക്കും റിപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അത് യെസ് പറയണതായിരിക്കും ഒരു തരത്തിൽ നല്ലത്. കാരണം എന്താണേലും ഡോക്ടറിൻ്റെ മാൻഡേറ്റ് അനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മളത് അതിനോടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെയും ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കപ്പോൾ അറിയാം ഓക്കെ ഒരു സപ്പോർട്ട് ലൈക്ക് ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് ഇത് ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഇനി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ 911 വിളിച്ചാൽ പോലും എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് കൂടുതലായിരിക്കും. റൈറ്റ്. ഇനി പോണത് ആക്ഷൻ ഫേസിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം പോയി നമ്മൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കി ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ട്ണറിനോട് സംസാരിക്കാൻ ശ്രമിച്ചു ഒന്നും നടക്കുന്നില്ല. നൗ യു ആർ ഗോയിങ് ടു യുവർ ആക്ഷൻ ഫേസ് വേ യു ഡിസൈഡഡ് ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു, എന്ത് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെ അടുത്തോ നമുക്ക് വിശ്വാസമുള്ള കൊളീഗ്സിൻ്റെ അടുത്തോ പറഞ്ഞു വെക്കുക, ഞാൻ ഇന്ന ദിവസം ഈ ടൈമിൽ ഞാൻ ഇറങ്ങുവാണ്, എനിക്ക് സപ്പോർട്ടിന് വേണ്ടി ഒന്ന് വരാൻ പറ്റുമോ. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അവർ വന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം. അപ്പോൾ അവർ എസ്കോർട്ട് നമുക്ക് തരും. അവർ വന്ന് നമ്മുടെ കൂടെ നിന്ന് സാധനങ്ങൾ എടുക്കാനും അവിടെ നിന്ന് ഇറങ്ങാനും എന്തെങ്കിലും തരത്തിലുള്ള പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് ത്രെറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരത് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അത് കഴിഞ്ഞാൽ പക്ഷേ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പാർട്ട്ണറിൻ്റെ അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകണതെന്നോ എപ്പോഴാണ് ഇറങ്ങണതെന്നോ കഴിയുന്നതും അറിയിക്കാതെ നോക്കുക. പിന്നെ ഇതിന് മുൻപത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിനു മുൻപ് നമ്മൾ പ്ലാനിങ് ഫേസിൽ തന്നെ നമ്മുടെ ഒരു എക്സ്ട്രാ ബാഗ് ഓഫ് ക്ലോത്ത്സ്, അതുപോലെ IDs, പാസ്പോർട്ട്സ്, ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം സെപ്പറേറ്റ് ഒരു ബാഗിൽ മാറ്റി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് നമ്മൾ പാർട്ട്ണറിന് അത് ആക്സസ് കിട്ടാതിരിക്കാൻ വേണ്ടി. കാരണം ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ പല സമയത്തും ഇപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുള്ള പല ആളുകളും പറയണത് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്തത് അവരുടെ പല ഡോക്യുമെൻറ്റ്സും പാർട്ട്ണറിൻ്റെ കയ്യിലായിരിക്കും. കാരണം അവർ പോവാതിരിക്കാൻ വേണ്ടി തന്നെ അത് എടുത്ത് വെക്കണത്. അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങുമെന്ന് നമുക്കൊരു തോന്നലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭയം വരുവാണെങ്കിൽ തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് മാറ്റി വെക്കുക. അതുപോലെ പാസ്വേഡ്സ് മാറ്റുക, ഇമെയിൽസും അതിൻ്റെയൊക്കെ എല്ലാം ചേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഭയം വേണ്ട. നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു പേടി വരത്തില്ല. റൈറ്റ്. ഇനി ഇറങ്ങിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമുക്കൊരു റുട്ടീൻ ഉണ്ടെന്ന് വെച്ചോ. ലൈക്ക് സേ ഞാൻ ഇന്ന സമയത്ത് ഗ്രോസറിക്ക് പോകും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് പള്ളിയിൽ പോകും, ഇന്ന സമയത്ത് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോകും. ഈ റുട്ടീൻ മാറ്റുക. അതായത് നമ്മുടെ പാർട്ട്ണറിനറിയാം എനിക്ക് ഇന്നൊരു റുട്ടീൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ റുട്ടീൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല ശതമാനം വരെ പാർട്ട്ണർ നമ്മളെ ഫോളോ ചെയ്യാതിരിക്കും. റൈറ്റ്. ഇനി ഇതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദി അതർ ഓപ്ഷൻ യു ഹാവ് ഇസ് ഗെറ്റ് എ റിസ്ട്രെയിനിങ് ഓർഡർ അല്ലെങ്കിൽ ഒരു പീസ് ബോണ്ട്. ഇനി റിസ്ട്രെയിനിങ് ഓർഡർ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി, കാരണം അത് ലീഗൽ സൈഡ് ആയതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല. But I think this is a good juncture for me to bring him in, because when Anju was saying, she has been saying about so many things that can impact a victim, like cyber stalking, cyber bullying, child custody, and so many things, like financial implications. But there are recourses that she suggested the victim take by themselves. But to you, my question would be like, what would be the legal recourses that the victim can avail? See, from a Neemam Bhagatla, like there are various recourses you can take, which is one is you can go to the police, you can make a complaint, and you can make a report stating your spouse's name. It can be your husband, it can be your boyfriend, it can be your girlfriend, it can be your wife. It can also be a same-sex partner as well too. So you can make a report, and oftentimes as a prosecutor, what I see is നമ്മളെ ഓൺ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർക്ക് പേടിയുണ്ട് കോർട്ടിൽ പോകാൻ, അല്ലെങ്കിൽ ഇത് ഒരു വലിയ സ്റ്റെപ്പാണ് ആസ് എ ഇമിഗ്രൻറ്റ് ഇൻ കാനഡ. ബിക്കോസ് അവർക്ക് പേടിയാണ് there is financial implications, it costs a lot of money. The worries they have is that like litigation is very expensive, and പേടി ഓൾസോ ഉണ്ട് like police report ചെയ്താൽ police if they get involved with spouse കൂടെ അവർക്ക് more problem ഉണ്ടാവും. So oftentimes ingata reports are not made, and it is very crucial to make like India language an FIR
but it's called a first occurrence report you make with your local regional police. If you live in Toronto, it's the Toronto Regional Police. If you live in Brampton and Mississauga, it comes under the jurisdiction of the Peel Regional Police. You can go in person or you can call 911 and make this report. And oftentimes, as a prosecutor, what we see is a victim statement is very important because that is the essential evidence to the underlying factor of what intimate partner violence is. If these reports act as an evidence which is given in front of the judge or the court to explain their side of the story of what they suffered through, and the statements oftentimes alkar kodkale because they're scared to show their identity or reveal their identity in front of a public body. But if oftentimes it's misjudged, and I want to say this, that there are various recourses where the identity is protected by the prosecution in terms of various options in there. For example, a publication ban, so our name will not be released in the docket, and if our spouses get arrested or thing, face-to-face veranda, there is ways of remotely testifying, giving a complaint from not being close to the spouse, because oftentimes and the problem is intimidation is a factor. The recourses alkarku pedinde police na poite pariyan venite and then either. So it's in Canada, being a first world country, there's a lot of protection and safety for individuals who go through intimate partner violence, and idore velya issue aane for immigrants because it's understandably going against cultural values which have been instilled for generations. Right. So I think it's important to move with the present age, and these things should, back in the day, as my colleagues further suggested, there used to be a stigma saying, either you have to go through this, you have to suffer through this, or, it's part of a family. Like, there's always ups and downs in marriages, in relationships, but... Which is like a myth of convenience that's being kept. Yes, right? yes, but... Immigrants especially, like, or otherwise also, worrying about the litigation expenses, right? So is that true? Do these victims have to have a sizable financial backing to get a recourse, or are there other options available? See, oftentimes this is misunderstood with the most of the matters which I see in the criminal justice system. It's from the lower socioeconomic class, people who are immigrants who are setting up a new life. They don't have various recourses or means to afford a lawyer. So that's why this is the great part about Canada as a country. The criminal justice system supports everyone, no matter what your socioeconomic status, your race, ethnicity, religion. Everyone is seen equally under the rule of law. So you'll always, even if you don't have the financial capacity to afford a lawyer, there are various other governmental, semi-governmental bodies, such as the Legal Aid Ontario, which will assign you a caseworker who will work along with you to take all your details down and help you through this litigation system. And that's where the prosecutor comes in, because as a prosecutor's role is to represent the public. Again, I want to clarify, we're not individually representing independent people. We're looking in a bigger umbrella. We're protecting the public safety, and in terms of going with statistics, you would be surprised. Just last year, I was reading this report that intimate partner violence cases have been increasing, not just in the province of Ontario, all other provinces in Canada as well too. And there is directives from which you can say judges and the higher courts, like Court of Appeal and Supreme Court, stating that these offenses should not be taken lightly. When there's a screening stage, these matters are first in priority because they do understand the serious nature of the cases as well. So it's not just among immigrants, even the locals who are over here too.
both sides, immigrants and people who are born in Canada too, also face this. I think this is something which is not talked about, and I think we have a great platform like Madhuri Geetam to bring it out into the open and normalize this topic, because I think it's well needed in the 21st century. Agree. I think അടുത്തത് ചോദിക്കുമ്പോൾ maybe all three of you may have different aspects to it, because specifically about Malayali community. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇമിഗ്രൻസ് ആണ് കൂടുതൽ. പല പല സ്റ്റേറ്റസ് ഉള്ളവരുണ്ടാവും, സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർ, വർക്ക് പെർമിറ്റ്, പെർമനൻറ്റ് റെസിഡൻസ് ആൻഡ് സോ ഫോർ. അങ്ങനത്തെ ഡിഫറെൻറ്റ് കേസസ് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ ആസ് സോഷ്യൽ വർക്കേഴ്സ് വുഡ് ഹാൻഡിൽ ഡിഫറെൻ്റ്ലി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ഇംപ്ലിക്കേഷൻസ്, വാട്ട് ഹാപ്പൻസ് ഇൻ ദീസ് കേസസ്? റീസെൻ്റ്ലി ഞാനും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഇതുപോലെ തന്നെ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഇതുപോലെ അവർ വർക്ക് പെർമിറ്റിൽ ഇവിടെ വന്നിട്ട് ഹസ്ബൻഡിനെയും കുട്ടികളെയും ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡുമായിട്ട് പ്രോബ്ലംസ് ഉണ്ടായി, പുള്ളി കൺട്രോളിങ് ആയി, പുള്ളി ഫിനാൻഷ്യൽ ബേർഡൻസ് ഒത്തിരി വരുത്തി വെച്ചു. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ അതിൻ്റെ സിറ്റുവേഷൻ അത് കൂടി ഫൈനലി അത് വയലൻസിലേക്ക് വന്ന് ഭാര്യയെ ഉപദ്രവിച്ച സിറ്റുവേഷൻ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി സഹിക്കാൻ പറ്റാതെ വൈഫ് 911 വിളിച്ചു, പോലീസ് വന്നു, ആളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. പുള്ളി പുറത്തിറങ്ങി. പിന്നെ ഓട്ടോമാറ്റിക്കലി നോ കോൺടാക്റ്റ് ഓർഡർ, നോ കമ്മ്യൂണിക്കേഷൻ ഓർഡർ വന്നതിന് ശേഷം പുള്ളി ഇവിടെ നിന്ന് നാട് വിട്ടതിന് ശേഷം ഇപ്പോൾ വൈഫിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വരുത്തി വെച്ച ഫിനാൻഷ്യൽ ബേർഡൻ എല്ലാം പുള്ളിക്കാരി തനിയെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കാരണം ഭർത്താവ് നാട് വിട്ടു. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ നിയമമല്ലല്ലോ ഇന്ത്യയിലെ നിയമം. അപ്പോൾ നിയമത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ടും പിന്നെ ഇവർ പെർമനൻറ്റ് റെസിഡൻസ് അല്ല, വർക്ക് പെർമിറ്റിലായതുകൊണ്ട് ലീഗൽ ഇംപ്ലിക്കേഷൻസ് അവിടെ വന്നതുകൊണ്ടും പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ പല പല സപ്പോർട്ട്സിനെയൊക്കെ എടുത്തിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ ഇവിടെ ഇത് കൊണ്ടുവരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കനേഡിയൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് റെസിഡൻറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോണതും ഒരു വർക്ക് പെർമിറ്റിലോ സ്റ്റുഡൻറ്റ് വിസയിലോ ഉള്ളവർ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതും ഭയങ്കര വ്യത്യാസമാണ്. കാര്യം പോലീസിൻ്റെ റെസ്പോൺസ് ഒരേപോലെ ആയിരിക്കും. അതായത് നമ്മൾ 911 വിളിക്കുന്നു, ഇങ്ങനൊരു സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യുന്നു, പോലീസിൻ്റെ റെസ്പോൺസ് ഒരേപോലെയാണ്. അതായത് അവർ വരുന്നു, നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നു, എന്തെങ്കിലും തരത്തിൽ വയലൻസോ അല്ലെ ഫിസിക്കൽ അബ്യൂസോ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ആരാണ് ഇതിൻ്റെ അകത്ത് പെർപെട്രേറ്റർ, അയാളെ കൊണ്ടുപോകുന്നു. അത് ഒരേപോലെയാണ്. പക്ഷെ ഇതിന് ശേഷം വരുന്ന ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. Treat a victim differently because of the immigration status? No, again, to reiterate like the point which I was mentioning, even if you're a Canadian citizen, PR, student visa, work permit, everyone has an opportunity and is seen equally before the rule of law. So no matter what status you are in at the moment when you're reporting this, everyone will be treated the same. Now, in terms of the person who they're reporting, like you can say the offender or the person who is you can say the accused, you can say in legal terminology. What from the prosecution side, as what we do is we make various applications, which is like requesting the court to do certain things. So one of the things they will do is make an order, for example, like no contact with the victim, so that way they have the safety and there's distance between them. And if this individual is arrested, oftentimes there'll be a bail hearing within 24 hours, because that's a legal right. If you're arrested, you have the right to bail within 24 to 48 hours. So in this bail hearing, what prosecutors, they look at various other factors, like the safety of the public, the safety of the victim. What happens if this person is released? Will they go to this individual and try to harm them because they have reported them? So these are various questions a prosecutor has in mind. They will also look at the immigration status and also their criminal record as well too. If they have done an offense before, this has a big factor. As a prosecutor, we will try to seek their detention because they are dangerous to the public. And oftentimes what prosecutors do is they make a condition that their passport be held with the police, so they cannot flee the country.
because the problem is with other countries, like if for India, for example, with Malayalis, like they will think, oh, like I'm safe here, I can just go back to India, start again, like nothing. But that's one of the issues we're facing right now in the Canadian judicial system, where people who commit crime, they think that they have this safety backup net where they can just always just go back. So we work along with CBSA, Border Control, RCMP, in terms of once you're flagged for an offense with IPV, intimate partner violence, the passport is either held or there'll be a notation put on the record. So this notation is accessible through all borders in Canada, even among US and Canada borders as well, and also internationally as well too. So if this individual tries to leave the country, it'll be flagged and they'll be pulled over and there'll be other consequences faced. Is there a possibility for the other extreme, like where the Canadian government says enough is enough, let's just deport this person? Does that happen too? See, for matters with deportation, there's a different body of there's a different body who deals with that stuff, which is the Immigration Tribunal. They deal with them. From a criminal perspective, we are ensuring the safety of the public and that whatever offense people commit is also punished in Canada itself, not that they escape the law and then they go to a different country. So from that point of view, that's our main worry. In terms of what happens to their status and what happens to whether they're deported back or not, that is up to the tribunal. But oftentimes, if there is a criminal record on this person, the immigration, it goes hand in hand. The immigration tribunal will most likely deport them because they have broken their conditions. It can be in a temporary status, or it can be in a permanent resident status. They have broken the conditions which they're supposed to abide by in Canada. So oftentimes, if you are found guilty for that offense, there will be a criminal record implied in the record, and this will automatically, I don't want to say automatically lead to deportation, but most likely lead to deportation. Right. And finally, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ലൈൻ, ഓഫ് കോഴ്സ് 911 ഉണ്ട്, പക്ഷെ അത് കൂടാതെ വേറെ എന്തെങ്കിലും ഹെൽപ്പ് ലൈൻസ്, ഏജൻസീസ്, അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ? അത് പറഞ്ഞു തുടങ്ങുമ്പം രണ്ട് രീതിയിൽ അതിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അബ്യൂസിൽ നിന്ന് പുറത്ത് വന്നിട്ട് അതിനോട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അബ്യൂസാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഒന്ന് മാനേജ് ചെയ്ത് ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരെ എത്തിച്ചിട്ട് പുറത്ത് വരുന്ന ആൾക്കാരും ഉണ്ടാവും. അതായത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഐ എം കമ്മിങ് ഔട്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് നാൾ ഈ അബ്യൂസിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണമെന്ന് തോന്നുമ്പം ഉള്ള ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. ഇപ്പം നമുക്ക് മെയിനായിട്ട് പറയുന്നത്, നമുക്ക് എല്ലാ ഹോസ്പിറ്റൽസിലും DV ക്ലിനിക്സ് ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് സപ്പോർട്ട് ക്ലിനിക്സ്. അപ്പോൾ അതൊരു SCSS.TO എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒണ്ടാരിയോ വൈഡുള്ള എവറി DV ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ട്, ഫോൺ നമ്പറുണ്ട്. ഇറ്റ്സ് ഓൾ സെൽഫ് റെഫറൽ. നമുക്കവരെ വിളിക്കാം, പറയാം ഞാൻ ഡൊമസ്റ്റിക് വയലൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് എനിക്കൊരു പേടിയുണ്ട്, ഇത് അബ്യൂസാണ്, ഇത് വയലൻസിലേക്ക് പോകാം, അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് പോകാം. അപ്പോൾ അവർ ചെയ്യുന്നത് നമ്മളെ കൗൺസിലിംഗ് സപ്പോർട്ട്സിലേക്ക് റെഫർ ചെയ്യും. ഇപ്പോൾ നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് തരും. ഇനി അവർ നമുക്കൊരു ഫിസിക്കൽ അബ്യൂസ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സസ് ഉണ്ടാവും. അപ്പോൾ അവർ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും, മേ ബി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യും, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്തെങ്കിലും ഉണ്ടോ അത് ടെസ്റ്റ് ചെയ്യും. ഇഫ് ദർ ഇസ് എന്തെങ്കിലും ബ്രൂസസോ മാർക്സോ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് വെക്കും. ബിക്കോസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല, ബട്ട് ഐ വോണ്ട് ടു കീപ് ദ എവിഡൻസ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫോറൻസിക് സപ്പോർട്ടുണ്ട്. ഇപ്പോൾ DV ക്ലിനിക്സ് എന്ന് പറയുന്ന ഒരു വൈഡായിട്ടുള്ളൊരു സപ്പോർട്ട് നെറ്റ്വർക്കാണ്, അതെല്ലാവർക്കും ആക്സസിബിൾ ആണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് അസോൾട്ടഡ് വുമൺ നെറ്റ്വർക്കുണ്ട്, പിന്നെ വിക്ടിം സർവീസ് സപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സപ്പോർട്ട് ലൈൻസ് ആണ്. ഇതിനെല്ലാം ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പം ഒരു പോലീസിൽ പോയി പറയുന്നതിനെക്കാട്ടിലും ഐ എം സീക്കിംഗ് സപ്പോർട്ട്, മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഇത് മാനേജ് ചെയ്യാൻ പറ്റാതെ ഫിസിക്കൽ വയലൻസിലേക്ക് പോകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ 911 വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി സേഫ്റ്റി റിസ്ക് ഉണ്ടെങ്കിൽ 911 ആണ് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത്. അതായത് സേഫ്റ്റി ടു മീ അല്ലെങ്കിൽ സേഫ്റ്റി ടു കിഡ്സ്, അപ്പോൾ അതൊക്കെ വരുമ്പം 911 ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെയുള്ള കമ്മ്യൂണിറ്റി സപ്പോർട്ട്സ് ആണ് ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തത്. പിന്നെ ഇതിന് വേറൊരു സൈഡ് കൂടെ ഉണ്ട്.
ഒരു പ്രിവെൻറ്റീവ് അപ്രോച്ച് എടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ റിലേഷൻഷിപ്പ് അൺഹെൽത്തി ആണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. നമുക്ക് തെറപ്യൂട്ടിക് സപ്പോർട്ട്സ് ഉണ്ട്. ഇപ്പോൾ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ബെനിഫിറ്റ്സ് ഉണ്ട്. സോ EAP ഉണ്ട്, അതായത് എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം. നമ്മളതിൽ സൈനപ്പ് ചെയ്യുന്നു, ഒരു തെറപ്പിസ്റ്റിനെ റീച്ച് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പാർട്ട്ണറും എൻ്റെ കൂടെ ഹെൽപ്പ് സീക്കാൻ തയ്യാറാണെന്ന് വിചാരിക്കുക. അയാളും അഡ്മിറ്റ് ചെയ്യുന്നു ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, പക്ഷേ ഐ വോണ്ട് ടു കണ്ടിന്യൂ ലിവിങ് വിത്ത് യു. അപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്കൊരു തെറപ്പി എടുക്കാം, ഇത് വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. സോ അതാണ് കൗൺസിലിംഗ് ഓപ്ഷൻസ്. അതൊരു പ്രിവെൻഷനാണ്. അപ്പം അങ്ങനെ കൗൺസിലിംഗ് ഓപ്ഷൻസ് എടുക്കാം. അപ്പം അതും ഒരു നല്ല റിസോഴ്സാണ്. ആഡ് ചെയ്യാം. ഇത് കൂടാതെ ഇപ്പോൾ എല്ലാ സിറ്റിയിലും ഇത് ക്രൈസിസ് ലൈൻസ് ഉണ്ട്. പീൽ റീജിയനിലുള്ളത് മെയിനായിട്ടുള്ളത് കനേഡിയൻ മെൻ്റൽ ഹെൽത്ത് അസോസിയേഷൻ്റെ കീഴെ 24/7 ക്രൈസിസ് സപ്പോർട്ട് പീൽ ഡഫറിൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പീൽ റീജിയനിലുണ്ട്, ഡഫറിൻ റീജിയനിലുണ്ട്. അപ്പോൾ ഓറഞ്ച് വിൽ, കാലിഡൻ ആ ഒരു ഏരിയയിലും ഉണ്ട്. പീൽ റീജിയനിൽ ബ്രാംപ്ടൺ, മിസിസാഗ അങ്ങനെ കവർ ചെയ്യണതും 24/7 സപ്പോർട്ടാണ്. എപ്പോൾ വേണമെങ്കിലും ക്രൈസിസ് വർക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഇതുപോലൊരു സിറ്റുവേഷനിൽ കടന്നു പോകുവാണെങ്കിൽ അവർക്ക് ക്രൈസിസ് ലൈനിൽ വിളിച്ചിട്ട് റീസോഴ്സസ് സീക്ക് ചെയ്യാം. ഇനി ലൈക്ക് ഇമ്മീഡിയറ്റ് ക്രൈസിസ് സപ്പോർട്ട് വേണമെങ്കിൽ അവിടെ ക്രൈസിസ് വർക്കേഴ്സ് അവൈലബിൾ ആണ്. ഇനി അതല്ല അവർക്ക് ഔട്ട്സൈഡ് ഇപ്പോൾ ഡോക്ടേഴ്സോ അതുപോലെയുള്ള എന്തെങ്കിലും റീസോഴ്സസ് ആവശ്യമാണെങ്കിൽ അവരിൽ ത്രൂ ഈ സപ്പോർട്ട്സ് അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടാതെ ഫാമിലി സർവീസസ് ലൈക്ക് അത് പീൽ റീജിയനിൽ ഫാമിലി സർവീസസ് ഓഫ് പീൽ ഉണ്ട്, ഫാമിലി സർവീസസ് ഓഫ് ടൊറോണ്ടോ ഉണ്ട്. ഇവിടെയൊക്കെ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൗൺസിലിംഗ് സപ്പോർട്ട്സ് ഫ്രീ ഓഫ് ചാർജ്, അവർക്ക് ആദ്യത്തെ സെഷൻസ് ഫ്രീ ഓഫ് ചാർജ് കൊടുക്കും. പിന്നെ അതിന് ശേഷം കൗൺസിലേഴ്സിനോട് ഡിസ്കസ് ചെയ്ത് അവർക്കൊരു എന്താ പറയുക ഒരു കട്ട് ആൻഡ് ഷോർട്ട് റൂളല്ല അവരുടെ പേയ്മെൻറ്റ്. അപ്പോൾ അവർ ഈ വിക്ടിമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എത്ര പേ ചെയ്യാൻ പറ്റും, അവർക്ക് എത്ര ഫിനാൻഷ്യൽ സപ്പോർട്ട്സ് ഉണ്ട് എന്ന് അവർ ആ റേറ്റ് നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് അവർ ആ റേറ്റ് ഇടുന്നത്. അപ്പോൾ ആ സപ്പോർട്ട്സ് ഇപ്പോൾ എത്ര കൗൺസിലിംഗ് സെഷൻസ് വേണം എന്നൊക്കെ ഉള്ളത് ആദ്യത്തെ ഇൻടേക്കിൽ കൂടെ അവർ പറയും. എന്നിട്ട് അതനുസരിച്ചിട്ട് അവർക്ക് എത്ര ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര പേ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവർ ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് പറ്റാത്തതാണെങ്കിൽ അവരതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ ഒത്തിരി ഹെൽപ്പ് ലൈൻസും കാര്യങ്ങളും പറഞ്ഞു. വി വിൽ ബി പുട്ടിംഗ് ദാറ്റ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഓഫ് ദ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുക നമുക്ക് പറയാൻ പറ്റില്ല. So many good details coming up, and thank you so much for sharing so many details with us. And we have been discussing a very, very sensitive topic, and we really hope that it helps. I hope it doesn't help anybody. There is no domestic violence, but that's like my ideal scenario that I'm envisioning. But hopefully it does help people in need. Thank you, Brinda, Anju, and Arjun. Thank you.